ോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് അതിദാരുണമായി ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ 421 വർഷം ആരാധന നടത്തിയിരുന്ന ബാങ്കും ഇഖാമത്തും കൊടുത്ത് ജുമുഅയും ജമാഅത്തും നിർവഹിക്കപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്ന് തകർക്കപ്പെടുമ്പോൾ ആ തകർക്കപ്പെട്ടതിന്റെ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ജനാധിപത്യ ഇന്ത്യയുടെ പരമാധികാര നിയമനിർമ്മാണ സംവിധാനമായ പാർലമെന്റിന്റെ തീരുമാന പ്രകാരം ജസ്റ്റിസ് ലിബർഹാൻ നിശ്ചയിക്കപ്പെട്ടു. 17 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വേൾഡ് ക്രിമിനലുകളിൽ നമ്പർ 1 ക്രിമിനലായ ലാൽ കൃഷ്ണ അദ്വാനി ഉൾപ്പെടെയുള്ളവരാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പ്രതിപട്ടികയിലുള്ള എന്ന് ലിബർഹാൻ കമ്മീഷൻ വിളിച്ചു പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടൊപ്പം നിന്നുകൊണ്ട്, ഈ രാജ്യത്തിന്റെ നീതി നിർവഹണത്തോടൊപ്പം നിന്നുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ജനതാൽപര്യത്തോടൊപ്പം നിന്നുകൊണ്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരരംഗത്ത് ജീവൻ കൊടുത്ത് ഈ രാജ്യത്ത് ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മാവിനോടൊപ്പം നിന്നുകൊണ്ട് ലിബർഹാൻ കമ്മീഷൻ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി തുടർ നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ജാഥയിലൂടെ രാജ്യം ഭരിക്കുന്നവരോട് ആവശ്യപ്പെട്ടു പോരുന്നു. ഈ പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും ഈ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വേദിയിലുണ്ട്, അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ഈ വേദിയിലുണ്ട്, ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഈ വേദിയിലുണ്ട്. ഈ ജനസാഗരം തിങ്ങി നിറഞ്ഞ ഈ വേദിയിൽ വെച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കടന്നു വന്ന ഏതെങ്കിലും ഒരു വഴിയോരത്ത് ഒരു നേതാവിന്റെയും കട്ടൗട്ട് സ്ഥാപിച്ചിട്ടില്ല, ഒരു നേതാവിനെയും ഉയർത്തി കാണിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നേതാവില്ല എന്നല്ല എന്ന് ഈ കാസർഗോഡ് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ചിലർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുക, നേതൃത്വമില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ വന്നുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ പാർലമെന്റിൽ അംഗമായ, രാജ്യസഭയിൽ അംഗമായ ആ പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ കോഴിക്കോടുകാരൻ ഈ അബൂബക്കർ അങ്ങ് യുപിയിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആയിരങ്ങളുണ്ട്, അങ്ങ് മണിപ്പൂർ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആയിരങ്ങളുണ്ട്, മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആയിരങ്ങളുണ്ട്, രാജസ്ഥാൻ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആയിരങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നേതാവിന്റെ കട്ടൗട്ട് വെച്ചുകൊണ്ട് വ്യക്തികൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘടനമല്ല, മറിച്ച് ഐഡിയോളജി ബേസ് ചെയ്തുകൊണ്ട് ആദർശത്തിൽ ഒന്നി നിന്നുകൊണ്ട് സാമൂഹ്യമായ ഒരു ജനവിഭാഗത്തിന്റെ പുരോഗതിയും അധികാര പങ്കാളിത്തവും അതോടൊപ്പം കീഴാളമർജിത ജനവിഭാഗമെന്ന അടിസ്ഥാന ഭൂരിപക്ഷത്തിന്റെ രാഷ്ട്രീയ സംഘടനവും മുന്നിൽ കണ്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഈ പ്രയാണത്തിൽ തുടക്കം കുറിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ പറക്കുന്ന ഈ പച്ചയും ചുവപ്പുമുള്ള ഈ വെള്ള നക്ഷത്രമാലേഖനം ചെയ്യപ്പെട്ട പതാക ജനാധിപത്യ ഇന്ത്യയിലെ വർദ്ധിത ഭൂരിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിമോചനത്തിന്റെ പതാകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജനകേരള യാത്ര ഉന്നയിക്കുന്ന ഈ പ്രയോഗങ്ങൾ, ഈ ആവശ്യങ്ങൾ, ഈ പ്രമേയങ്ങൾ ഈ രാജ്യത്ത് പുലരുന്നത് വരെ ഈ പ്രസ്ഥാനം സമരമുഖത്തുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് SDPI. ഇവിടെ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന 2 മുഖ്യ അജണ്ടകളാണ് വികസനവും ഭീകരവിരുദ്ധ യുദ്ധവും. വികസനം വിശപ്പിൽ നിന്ന് മോചനം നേടുവാനാണ്. ಭೀಕರವಿರುದ್ಧ ಯುದ್ಧ ಮೇಲೆ ಅವರು ದುಷ್ಕೃತ್ಯವನ್ನು ಎಸಗುತ್ತಾರೆ, ಸಗಣಿಯನ್ನು ಹಾಕ್ತಾರೆ, ಮಲವನ್ನು ಹಾಕ್ತಾರೆ ಎಂಬ ಕಾರಣಕ್ಕೆ ಈ ದೇಶಕ್ಕೆ ಸಂವಿಧಾನವನ್ನು ಬರೆದುಕೊಟ್ಟಂತಹ ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರಿಗೆ സന്ദർഭമാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. ദലിതരുടെയും അതിനേക്കാൾ പതിതമായ ജീവിത പ്രാരാബ്ദങ്ങൾ പേറുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും നഷ്ടപ്പെട്ട ശബ്ദങ്ങളെ തിരികെ കൊണ്ടുവരുവാനുള്ള പടപ്പുറപ്പാടിന്റെ ഭാഗമാണ് SDPI ജനകേരള യാത്ര. SDPI ജനറൽ സെക്രട്ടറി MK മനോജ് കുമാറും സെക്രട്ടറി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയും നയിക്കുന്ന ജനകേരള യാത്രയ്ക്ക് വഴിയോരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനകീയ ആശീർവാദങ്ങളും അഭിവാദ്യങ്ങളും ആവേശദായകമാണ്. ജനമനസ്സുകളിൽ കാത്തുസൂക്ഷിച്ച മുദ്രാവാക്യങ്ങളാണ് ജനകേരള യാത്ര ഉയർത്തുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കാനായി അനേകായിരം വംശീയ കലാപങ്ങൾ സൃഷ്ടിച്ച ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ ഒറ്റപ്പെടുകയാണ്. വംശഹത്യകൾക്കും വർഗീയ വിവേചനങ്ങൾക്കും അറുതി കുറിക്കുന്ന പുതിയ ജനമുന്നേറ്റമായി ജനകേരള യാത്ര പരിണമിക്കുകയാണ്.
SDPI ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജിദ് സിദ്ദിഖി, സംസ്ഥാന സെക്രട്ടറി PK രാധ, സംസ്ഥാന സമിതി അംഗങ്ങളായ തുളസീധരൻ പള്ളിക്കൽ, യാഹിയ തങ്ങൾ, CO ഹാരിസ്, O അലിയാർ, യൂസഫ് വയനാട്, K മുഹമ്മദ് അലി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MA ഷാഫി, ജനറൽ സെക്രട്ടറി NU അബ്ദുൽ സലാം തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു.